ആദിത്യദശാകാലത്ത് അനുഭവത്തിൽ വരാൻ സാധ്യതയുള്ള വളരെ സാമാന്യമായ ഫലങ്ങൾ മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ജാതകത്തിലെ നിരവധി ഘടകങ്ങൾ കൂടി പരിശോധിച്ചു വേണം സൂക്ഷ്മമായ ഫലപ്രവചനത്തിലെത്താൻ. ഗ്രഹദോഷ പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് മുൻപ് ദശാകാല ഫലങ്ങളെക്കുറിച്ച് സാമാന്യമായി അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ആദിത്യൻ്റെ രാശിഫലം. ആദിത്യൻ മേടത്തിൽ നിന്നാൽ ധനലാഭം, പ്രതാപം, നാൽക്കാലി ലാഭം, ഉല്ലാസയാത്ര, സുഹൃത്ത് കലഹം, സുന്ദരികളുമായുള്ള സഹവാസം എന്നിവ ഫലമാണ്. ഇടവത്തിൽ നിന്നാൽ ഭൂമിലാഭം, പ്രസിദ്ധി, ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ആനുകൂല്യം, സജ്ജനങ്ങളുമായി ദൈവജ്ഞന്മാരുമായും ഉള്ള സഹവാസം എന്നിവയാണ് ഫലം. മിഥുനത്തിൽ ധനലാഭം, വിദ്യാഭ്യാസ പുരോഗതി, സുകുമാരകലകളിൽ താൽപ്പര്യം, മനസന്തോഷം എന്നിവ ഫലം. കർക്കടകത്തിൽ നിന്നാൽ രാഷ്ട്രീയ വിജയം, മനസന്തോഷം, വിദേശവാസം, സമ്പത്ത്, ഭൂമി, ഗൃഹലാഭം എന്നിവ ഫലം. ചിങ്ങത്തിൽ നിന്നാൽ സർക്കാരിൽ നിന്നും അധികാരസ്ഥാനങ്ങളിൽ നിന്നും ഉന്നതന്മാരിൽ നിന്നും ആനുകൂല്യം, സന്താനഭാഗ്യം, ധാർമ്മികത എന്നിവ ഫലം. കന്നിയിൽ നിന്നാൽ സാഹിത്യവാസന, ഗണിതത്തിൽ പ്രാവീണ്യം, പാണ്ഡിത്യം, യുക്തിവിചാരം, രോഗം, ഇഷ്ടജനങ്ങളുമായി ഭിന്നത എന്നിവ ഫലം. തുലാത്തിൽ നിന്നാൽ രോഗം, ദാരിദ്ര്യം, ശത്രുപീഡ, പരാജയം, പിതൃദുരിതം എന്നിവ ഫലം. വൃശ്ചികത്തിൽ നിന്നാൽ സാഹസികത്വം, പുതിയ സംരംഭങ്ങൾ, വനപർവ്വതങ്ങളിൽ സഞ്ചാരം, വിദേശവാസം, ചോരഭയം എന്നിവ ഫലം. ധനുവിലാകട്ടെ സന്തോഷം, ആരോഗ്യം, സർവകാര്യ വിജയം, ശത്രുനാശം എന്നിവ ഫലം. മകരത്തിൽ നിന്നാൽ അലച്ചിൽ, പിതൃസ്വത്തിൻ്റെ നഷ്ടം, പിതൃദുരിതം, സ്വജനങ്ങളുമായി കലഹം എന്നിവ ഫലം. കുംഭത്തിൽ നിന്നാൽ മനോദുരിതം, ഭാര്യാദുരിതം, കാര്യപരാജയം, ധനനഷ്ടം എന്നിവ ഫലം. മീനത്തിൽ നിന്നാൽ സമ്പത്ത്, ബന്ധുഗുണം, സൗഖ്യം, മതപരമായ കാര്യങ്ങളിൽ താൽപ്പര്യം എന്നിവ ഫലം. ഇനി ഭാവഫലമാണ്. ലഗ്നത്തിൽ നിന്നാൽ ധാർമ്മികമായ മനസ്സ്, നയനരോഗം, പിത്താധിക്യം, ബുദ്ധി, സന്മാർഗം, രാഷ്ട്രീയ വിജയം, ഉഷ്ണശരീരം, ഇച്ഛാശക്തി എന്നിവയാണ് ഫലം. രണ്ടിൽ നിന്നാൽ സന്താന ദുരിതം, ബന്ധുവിയോഗം, കലഹം, വാക്ഭൂഷണം, ധനഹാനി, സർക്കാരിനോട് അല്ലെങ്കിൽ ഉന്നതനായ ഉദ്യോഗസ്ഥന്മാരോട് ഭയം. മൂന്നിൽ നിന്നാൽ ധൈര്യം, സുഖം, രാജാനുകൂല്യം, ധനം, സഹോദരന്മാരുടെ ശത്രുത എന്നിവ ഫലം. എന്നാൽ മൂന്നിലെ സൂര്യൻ ബലവാനായാൽ സഹോദരന്മാരോടുള്ള സൗഖ്യവും ഫലമാണ്. നാലിൽ നിന്നാൽ ഭോഗസുഖം, ധനം, ഭൂമി എന്നിവയ്ക്ക് നാശം, കളത്ര ദുരിതം, വാഹനാപകടം, അഗ്നിപീഡ തുടങ്ങിയവ ഫലം. അഞ്ചിൽ നിന്നാൽ ബുദ്ധിവികാസം, സന്താന ദുരിതം അല്ലെങ്കിൽ അല്പസന്താനം, പിതൃദുരിതം, മനോദുരിതം, സുകുമാരകലകളിൽ താൽപ്പര്യം, ശിവഭജനത്തിൽ താൽപ്പര്യം എന്നിവ ഫലം. ആറിൽ ശത്രുനാശം, മത്സരവിജയം, ശത്രുക്കളിൽ നിന്ന് ലാഭം, ദുഃഖം, രോഗം എന്നിവ ഫലം. ഏഴിൽ വിവാഹത്തിന് താമസം, ദുർമാർഗം, സ്ത്രീ വിരോധം, യാത്ര, ഭാര്യാദുരിതം, സംശയം തുടങ്ങിയവ ഫലം. എട്ടിൽ നിന്നാൽ രോഗം, സ്ഥാനഭംഗം, നയനരോഗം, ഒതുങ്ങിയ ജീവിതം, ദാരിദ്ര്യം തുടങ്ങിയവ ഫലം. ഒൻപതിൽ ഭാഗ്യം, വിജയം, ധാർമ്മികത, ശിവഭജനത്തിൽ താൽപ്പര്യം, ആത്മീയ ഗ്രന്ഥപാരായണ ശീലം,
പൂജാതി കർമ്മങ്ങളിൽ താൽപ്പര്യം തുടങ്ങിയവ ഫലം. 10 നേതൃസ്ഥാനം, സ്ഥാനലാഭം, ഐശ്വര്യം, മത്സരവിജയം, ഉദ്യോഗസിദ്ധി, രാജസമ്മാനം എന്നിവ ഫലം. 11 ധനലാഭം, ശുഭകർമ്മങ്ങൾ, ഉദ്യോഗസിദ്ധി, കുടുംബസൗഖ്യം, വാഹനങ്ങൾ, ആഭരണങ്ങൾ എന്നിവയുടെ ലാഭം. 12 ക്ലേശങ്ങൾ, ധനഹാനി, കുടുംബദുരിതങ്ങൾ, കലഹങ്ങൾ, യാത്രാക്ലേശം, വിദേശത്ത് പോയാൽ അവിടെയും ക്ലേശം എന്നിവ ഫലം.